ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് കെ മുരളീധരൻ രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ചത്. എന്നാൽ ആ പ്രഖ്യാപനത്തിന് അധികം ആയുസ്സൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ താൻ മത്സരരംഗത്തേക്ക് തിരിച്ചു വരുമെന്നും പാർട്ടിയിൽ സജീവമാകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു കെ മുരളീധരൻ. ഒപ്പം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന വലിയ പ്രഖ്യാപനവും കെ മുരളീധരൻ നടത്തിയിരിക്കുന്നു. അതിനുമപ്പുറം ഇനി വട്ടിയൂർക്കാവാകും തൻ്റെ കർമ്മമണ്ഡലമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. എല്ലാ കാലത്തും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വലിയൊരു ആവേശം തന്നെയായിരുന്നു കെ മുരളീധരൻ. സമ്മിശ്രമായ വിജയപരാജയങ്ങളുടെ ഒരു ഗ്രാഫാണ് കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങൾ ഓരോന്നും. ആകെ മത്സരിച്ചത് 13 തെരഞ്ഞെടുപ്പുകളിൽ, അതിൽ 7ലും തോറ്റു എന്നുള്ളത് ചരിത്രം. മന്ത്രിയായ ശേഷം മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ചരിത്രം കൂടിയുണ്ട് കെ മുരളീധരന്. അതിന് മുൻപോ ശേഷമോ അത്തരമൊരു റെക്കോർഡ് കേരളത്തിലെ ഒരു നേതാവിനും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കെ മുരളീധരന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു ക്രൗഡ് പുള്ളറാണ്. KPCC അധ്യക്ഷനായിരുന്ന ശേഷം അത് വലിച്ചെറിഞ്ഞ് മന്ത്രിയാകാനുള്ള മോഹമെത്തി. ഒടുവിൽ അതും നഷ്ടപ്പെട്ട് പാർട്ടിയെ രണ്ടാക്കുന്നതിന് പ്രധാന കാരണക്കാരനായതും കെ മുരളീധരൻ തന്നെയാണ്. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് എന്ന മാതൃപ്രസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ കെ മുരളീധരൻ അപ്പോഴേക്കും പക്വത വന്ന, ഇരുത്തം വന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് വട്ടിയൂർക്കാവിൽ വമ്പൻ വിജയങ്ങൾ, അതിനുശേഷം വടകരയിൽ P. ജയരാജനെ തറ പറ്റിച്ചുകൊണ്ട് കോൺഗ്രസിലെ കരുത്തരിൽ കരുത്തനായ നേതാവായി. എന്നാൽ പിന്നാലെ ക്രൗഡ് പുള്ളറായി നേമത്തെത്തിയ കെ മുരളീധരന് V. ശിവൻകുട്ടിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. ഇപ്പോൾ ഇതാ തൃശ്ശൂരിലെത്തിയ കെ മുരളീധരനും പരാജയം രുചിച്ചു. ഇതോടുകൂടിയാണ് ഇനി താൻ മത്സര രംഗത്തേക്കില്ല എന്നും രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായും കെ മുരളീധരൻ പ്രഖ്യാപിച്ചത്. കെ മുരളീധരനെ ഇങ്ങനെ പന്ത് തട്ടുന്നത് പോലെ തെക്കോട്ടും വടക്കോട്ടും തട്ടിക്കളിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് പ്രവർത്തകർ തന്നെ അടക്കം പറയുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ തൻ്റെ രാഷ്ട്രീയം സ്ഥിരമാക്കാനുള്ള ആഗ്രഹം കെ മുരളീധരനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വടകരയിലേക്ക് അദ്ദേഹത്തെ പറിച്ചു മാറ്റിയത്. വടകരയിൽ വിജയം നേടിയ കെ മുരളീധരനെ അടുത്ത് പാർട്ടി നിയോഗിച്ചത് നേമത്ത് മത്സരിക്കാൻ. നേമത്ത് ദയനീയമായി പരാജയപ്പെട്ടു. ഒടുവിൽ വടകരയിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന കെ മുരളീധരന് വടകര നൽകാതെ പാർട്ടി നിയോഗിച്ചത് തൃശ്ശൂരേക്ക്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വമ്പൻ പോരാട്ടത്തിന് മുന്നിൽ തകർന്നു വീഴാനായിരുന്നു കെ മുരളീധരൻ്റെ വിധി. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇത് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നു, താൻ രാഷ്ട്രീയ വനവാസത്തിനില്ല. താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ താൻ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി താൻ പ്രചരണത്തിനിറങ്ങും. നെഹ്റു കുടുംബത്തിലെ ഒരു വ്യക്തി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഏതു കോൺഗ്രസ്സുകാരനാണ് പ്രചരണത്തിനിറങ്ങാതിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ താൻ സജീവമായി വയനാട്ടിൽ പ്രചരണത്തിനിറങ്ങും. അതിനു പിന്നാലെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താൻ സജീവമായി പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ടാകും. കാരണം അവിടെ മത്സരിക്കുന്നത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ്. അവർക്ക് കരുത്തുണ്ടാവണം, അവർക്ക് കരുത്ത് നൽകണം, അവർക്ക് ആവേശം നൽകണം. അതിന് താൻ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകും. അതിനുമപ്പുറം കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത് ഇനി താൻ വട്ടിയൂർക്കാവിലുണ്ടാകും. വട്ടിയൂർക്കാവ് തൻ്റെ കുടുംബമാണ്, തൻ്റെ തറവാടാണ്. ആ വട്ടിയൂർക്കാവിൽ ഇനി താൻ സജീവമായി ഉണ്ടാകും. ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്, മറ്റ് തിരക്കുകളോ ജോലികളോ ഒന്നുമില്ല. അപ്പോൾ വട്ടിയൂർക്കാവിൽ താൻ ഇനി സജീവമാകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വട്ടിയൂർക്കാവെന്ന ലക്ഷ്യമാണ് തൻ്റേതെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു കെ മുരളീധരൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുമെന്ന് പറയുകയാണ്, ഉറപ്പിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. അതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കുകയും UDF അധികാരത്തിലേക്ക് എത്തുകയും ചെയ്താൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള ആർജവം കെ മുരളീധരൻ കാണിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ചരടുവലികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്. കെ മുരളീധരൻ എന്ന നേതാവ് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ മറ്റാരെക്കാളും
മുന്നിലാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. ലീഡർ കെ കരുണാകരൻ്റെ പുത്രനായതുകൊണ്ട് മാത്രമല്ല, നിലപാട് കൊണ്ട്, പ്രവർത്തകരുമായുള്ള സംവേദനക്ഷമത കൊണ്ട്, ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ശൈലി കൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ പ്രധാനിയായി മാറിയ വ്യക്തിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കരുക്കൾ നീക്കി തുടങ്ങുകയാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് തൻ്റെ മണ്ഡലമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു കെ മുരളീധരൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ കിട്ടുകയും UDF ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ മുഖ്യമന്ത്രിയാകാൻ ഉള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കവും കെ മുരളീധരൻ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ UDF സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും അവസ്ഥ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. UDF തന്നെ മുസ്ലിം ലീഗ് ആയിരിക്കുമോ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകൾ നേടുന്നത്? മുസ്ലിം ലീഗ് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശം ഉന്നയിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതാ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. തൻ്റെ കർമ്മമണ്ഡലം ഇനി വട്ടിയൂർക്കാവായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അർത്ഥം താൻ ഇനി മറ്റൊരിടത്തേക്കും പാർട്ടി നിയോഗിച്ചാൽ പോലും മത്സരിക്കാനില്ല എന്ന വ്യക്തത വരുത്തുകയാണ് കെ മുരളീധരൻ. അതിനൊപ്പം മറ്റൊരു വാർത്ത കൂടി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ശേഷം താൻ പാർലമെൻറ്റിലേക്ക് എത്തുമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര വ്യക്തമാക്കിയിരിക്കുന്നു. തനിക്കും പാർലമെൻറ്റിലെത്തണം, അതിനുള്ള സമയമാകുമ്പോൾ താനും പാർലമെൻറ്റിലേക്ക് എത്തും. റോബർട്ട് വാദ്രയ്ക്ക് ഇപ്പോൾ തുടങ്ങിയതല്ല ഈ പാർലമെൻറ്റ് മോഹം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും അമേഠിയിൽ മത്സരിക്കാൻ റോബർട്ട് വാദ്ര ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ താൻ മത്സരിക്കണമെന്ന് അമേഠിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു റോബർട്ട് വാദ്രയുടെ ആ പ്രഖ്യാപനം. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ ആവശ്യം പരിഗണിച്ചില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ വയനാട്ടിലേക്ക് മത്സരിക്കാൻ വലിയ താല്പര്യം റോബർട്ട് വാദ്രയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ സമ്മതം അറിയിച്ചതോടുകൂടി ആ അവസരവും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഡൽഹിയിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത്. ആദ്യം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്തട്ടെ, പാർലമെൻറ്റിലേക്ക് എത്തട്ടെ, അതിനുശേഷം ഉചിതമായ സമയത്ത് താനും പാർലമെൻറ്റിലേക്ക് എത്താമെന്ന് പറഞ്ഞു വെച്ചിരിക്കും. എന്തായാലും പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടും നെഹ്റു കുടുംബമായതുകൊണ്ടും റോബർട്ട് വാദ്രയ്ക്ക് വളരെ സുഗമമായി പാർലമെൻറ്റിലേക്കും എത്താം, വേണമെങ്കിൽ അടുത്ത അധികാരം കിട്ടിയാൽ മന്ത്രി കസേരയിലേക്കും എത്താം. എന്നാൽ മന്ത്രി കസേരയിലേക്ക് എത്താനുള്ള സ്വപ്നങ്ങൾ കുറേ കാലത്തേക്ക് കൂടി മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.